ഹലോ ഗായ്സ്, ഇത് നിഫ്റ്റി എസ് പി ഐയുടെ ആയിരുന്നു. നിഫ്റ്റി എസ് പി ഐയിൽ നമ്മളൊരു ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നല്ല പ്രോഫിറ്റ് വന്നതാണ്, ഒരു 10K മേലോട്ടൊക്കെ പ്രോഫിറ്റ് വന്നതാണ്. ബട്ട് നമ്മളൊരു 3K മാത്രം പ്രോഫിറ്റ് എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ട്രേഡ്സ് ആയിരുന്നു, കുറച്ച് കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. ഒരു ബുള്ളിഷ് മൂമെൻറ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്, ബട്ട് നടന്നില്ല. പിന്നെ നിഫ്റ്റി എസ് ബി ഐയുടെയാണ്. നിഫ്റ്റീൻ്റെ ലോട്ട് സൈസ് കുറച്ചിട്ടുണ്ട്, 25 ആക്കിയിട്ടുണ്ട്. അതും രാവിലെ ഞാൻ അധികം അറിഞ്ഞില്ല, എൻ്റെ എടുത്തതിന് ശേഷമാണ് കുറച്ച് അറിഞ്ഞത്. അന്നേരമൊക്കെ നമ്മളൊരു 10 മണിക്ക് എൻ്റെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. നല്ല പൊസിഷൻ തന്നെയായിരുന്നു എൻ്റെ, കൃത്യം പറഞ്ഞാൽ നല്ല പൊസിഷനായിരുന്നു, വളരെ ക്ലിയർ ആയിട്ടുള്ള എൻ്റെ ആയിരുന്നു. ബട്ട് നമുക്ക് ഉദ്ദേശിച്ച പോലെ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ, ഞാൻ കുറച്ച് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്കെന്തായാലും കിട്ടിയില്ല. നമ്മൾ ഏറെക്കുറെ 10 മണിക്ക് നല്ല രീതിക്ക് എൻട്രി എടുക്കാൻ തുടങ്ങി. ഏറെക്കുറെ 10 മണി എന്ന് പറയുമ്പോൾ കൃത്യം ഈ ഒരു പൊസിഷനാണ് എൻട്രി എടുത്തത്. കൃത്യമായിട്ട് ഈ ഒരു പൊസിഷൻ എൻട്രി എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. നല്ല പൊസിഷനായിരുന്നു. അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ലോയ്ക്ക് വരുമ്പോഴത്തോളം ആവറേജ് വന്നു. നമുക്ക് ആദ്യം തന്നെ നല്ല രീതിക്ക് പ്രോഫിറ്റ് വന്നു. നമ്മൾ ആദ്യം എടുത്ത സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 22,650 22,650 നമ്മളൊരു 10 ലോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെന്താണ് അധികം ലോട്ട്സ് പ്രോഫിറ്റ് കൂടാത്തതെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് ലോട്ട് സൈസ് കുറഞ്ഞ കാര്യം. അപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ട്രൈക്ക് പ്രൈസ്, അതായത് ഒരു അഡ്ഡ മണിക്ക് ചെറിയ നിയർ ഔട്ട് ഓഫ് ദ മണിയിൽ വീണ്ടും കയറി എൻട്രി എടുത്തു. അതിന് ഞാൻ ഒരു ആവറേജ് ചെയ്ത് ഒരു 11 ലോട്ട്സ്, ടോട്ടൽ 21 ലോട്ട്സ് ഞാൻ ആഡ് ചെയ്തു നിഫ്റ്റിയിൽ. നല്ല രീതിക്ക് തന്നെ ആഡ് ചെയ്തു. അങ്ങനെ ആവറേജ് ചെയ്ത് ആഡ് ചെയ്ത് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വന്നതാണ് ആ ഒരു ട്രേഡിൽ. അത്യാവശ്യം ഈ ഒരു പൊസിഷനൊക്കെ എത്തുമ്പോൾ നല്ല പ്രോഫിറ്റ് വന്നതാണ്. ഈ ഒരു പൊസിഷനൊക്കെ എത്തുമ്പോൾ ഒരു 10K പ്രോഫിറ്റ്, 10K അല്ല, അതിൻ്റെ മേലോട്ട് പോയി പ്രോഫിറ്റ്, അതിൻ്റെ മേലോട്ട് നല്ല പ്രോഫിറ്റ് പോയതാണ്. ബട്ട് ഞാൻ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചത് 200 EMA ആണ്. 200 EMA അല്ല, CPR ആണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. നല്ല സ്പീഡ് തന്നെ CPR കയറി അടിക്കുകയും ചെയ്തു. നല്ല സ്പീഡിന് വന്നു. ആ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് പണി കിട്ടിയല്ല. ഞാൻ ആ സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാറുമ്പോൾ ഞാൻ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചു. ടോട്ടൽ നമ്മളൊരു 10K ആദ്യം നമ്മൾ ലോസ് ഉണ്ടാക്കി. ആ ലോസിനെയാണ് നമ്മൾ വീണ്ടും പ്രോഫിറ്റ് ആക്കിയത്. കൃത്യം നമ്മളൊരു ലോസ് ഉണ്ടാക്കി, അതായത് നമ്മൾ 19 എക്സിറ്റ് അടിച്ചു. അതേപോലെ നമ്മൾ 20 വീണ്ടും എൻട്രി എടുത്തു. അതായത് ആ ഔട്ട് ഓഫ് മണിയെല്ലാം എക്സിറ്റ് അടിച്ച് വീണ്ടും നമ്മൾ ഏറെക്കുറെ ഒരു 22 നമ്മൾ വീണ്ടും ആ ഒരു 22,650 കോൾ ഓപ്ഷൻ വീണ്ടും നമ്മൾ എൻട്രി എടുത്തു. ഒരു മണി വീണ്ടും നമ്മൾ എൻട്രി എടുത്ത് അതുടനെ തന്നെ അപ്പം തന്നെ തിരിച്ച് കയറിപ്പോയി. എനിക്ക് കയറുന്ന ഷോർട്ട് ആയതുകൊണ്ടാണ് ഞാൻ അത്രയും ക്വാണ്ടിറ്റി വീണ്ടും ചിലപ്പോൾ 20 ക്വാണ്ടിറ്റിയുടെ എക്സിറ്റ് അടിച്ച് പിന്നെ മണി എടുത്തത് 50-ൻ്റെ. നമുക്ക് 20 ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റുമെങ്കിൽ ഫുള്ളായിട്ട് എടുത്തതിന് വീണ്ടും നമ്മൾ എടുത്തു. ഫുള്ളായിട്ട് ഏറെക്കുറെ 16 ലോട്ട്സോളം നമ്മൾ ആഡ് ചെയ്തു. അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു രീതിക്ക് ആ ഒരു 10K ലോസ് ഉണ്ടായിരുന്നത് ഒരൊറ്റ മൂമെൻറ്റ്സ് തന്നെ അത് കവർ ചെയ്ത് നല്ല രീതിക്കൊരു പ്രോഫിറ്റായി. ഒരു 10K പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ എക്സിറ്റ് അടിച്ചില്ല. കുറച്ചുകൂടെ നല്ല മൂമെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്തു. ഞാൻ ചിലപ്പോൾ കുറേ നേരം കൺസോൾട്ടേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു ടാർഗറ്റ് പോയിൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു മൂമെൻറ്റ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ ഒരു ക്യാപിറ്റൽ ഡബിളിങ് ആവുന്ന ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട് ഞാനൊരു 160 എന്ന് പറഞ്ഞ പോയിൻ്റ് തന്നെ ഒരു ടാർഗറ്റ് പോയിൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ നമുക്കൊരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 72 ആയിരുന്നു. 72 നമുക്ക് നില്ലായിട്ടുണ്ടായിരുന്നത്. ലോസിലോ പ്രോഫിറ്റ് ഇല്ലാത്തതുപോലെ ഒരു 160 ഞാനൊരു ടാർഗറ്റ് ഉദ്ദേശിച്ചത്. പെട്ടെന്ന് വരാനുള്ള ചാൻസ് മേലോട്ടേക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. എന്നിട്ട് അത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞത് ക്യാൻസൽ ചെയ്തു. ഏറെക്കുറെ നമ്മളത് കൺസോൾട്ടേഷനൊക്കെ നമ്മൾ ഹോൾഡിംഗ് ആയിരുന്നു. ഈ ഒരു കൺസോൾട്ടേഷൻ ഫുള്ള് നമ്മൾ ഹോൾഡിംഗ് ആയിരുന്നു. അത്യാവശ്യമായൊരു മൂമെൻറ്റ്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. മേലോട്ട് പോകുമ്പോൾ നല്ല എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഒരു ലോസും പ്രോഫിറ്റുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് പ്രാവശ്യം ഒരു 10K പ്രോഫിറ്റ് വന്നു. പ്രോഫിറ്റ് ഫുള്ളായിട്ട് പോയി, എന്നിട്ട് വീണ്ടും പ്രോഫിറ്റ് വന്നു. പത്ത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രോഫിറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് ലാസ്റ്റ് ഞാനൊരു ചെറിയൊരു മൂമെൻറ്റ്സിൽ ഞാനത് എക്സിറ്റ് അടിച്ചു. ഏറെക്കുറെ ഈ ഒരു പൊസിഷനെ എക്സിറ്റ് അടിച്ചു. എനിക്ക് കൃത്യ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:26 അതെ, 1:26 ടോട്ടൽ ലോട്ട്സ് ഫുള്ളായിട്ട് ഒരുമിച്ച് തന്നെ എക്സിറ്റ് അടിച്ചു. കൃത്യം നല്ലൊരു പൊസിഷനായിരുന്നു. 1:26 എന്ന് പറയുന്നത് നല്ല പൊസിഷനായിരുന്നു. നല്ല ഏറെക്കുറെ ഈ ഒരു ക്യാൻഡലിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് എക്സിറ്റ് അടിച്ചു.
ഇത് പെട്ടെന്ന് മേലോട്ട് പോയി. എനിക്ക് താഴോട്ട് വരുന്ന എക്സ്പെക്ടേഷനിലാണ് ഞാൻ എക്സിറ്റ് അടിച്ചത്. മേലോട്ട് പോകുന്ന ചാൻസ് ഞാൻ ആ ഒരു വ്യൂ വിട്ടു, അതുകൊണ്ടാണ് എക്സിറ്റ് അടിച്ചത്. അവിടെ എക്സിറ്റ് അടിച്ച് നമുക്ക് അധികം മേലോട്ടൊന്നും പോയില്ല, കുറച്ച് മേലോട്ട് പോയി. അപ്പം തന്നെ വീണ്ടും താഴോട്ട് വരികയാണ് ചെയ്തത്. ഇനി അപ്പം തന്നെ അത് എക്സിറ്റ് അടിച്ച് കൊടുക്കുന്നതിന് തന്നെ അപ്പുറത്ത് ഒരു പുട്ട് ഓപ്ഷൻ കൂടി എടുത്തു. ജസ്റ്റ് ആ ഒരു എക്സിറ്റ് അടിക്കലിന് നമുക്ക് ഓവറോൾ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഓവറോൾ 3K പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ട്രേഡിൽ 8K പ്രോഫിറ്റും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓവറോൾ ആ ട്രേഡ് 8K പ്രോഫിറ്റിൽ, ആ ഒരു ട്രേഡ് ഓവറോൾ 3K പ്രോഫിറ്റും. അങ്ങനെ ആ ട്രേഡ് ഞങ്ങൾ എക്സിറ്റ് അടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പുട്ട് ഓപ്ഷൻ എടുത്തു. ആ ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടൊരു 4 ലോട്ടാണ് എടുത്തത്. നല്ലൊരു 4 ലോട്ട് എടുത്ത് ഞാൻ അപ്പം തന്നെ എക്സിറ്റ് അടിക്കുകയും ചെയ്തു. എടുത്ത് ഞാൻ ഏറെക്കുറെ ഈ ഒരു പൊസിഷൻ തന്നെ എടുക്കുകയും ചെയ്തു. അതേപോലെ കുറച്ച് താഴോട്ട് വന്ന് കുറച്ച് പ്രോഫിറ്റ് എടുത്തപ്പോൾ എക്സിറ്റ് അടിക്കുകയും ചെയ്തു. അത് ഹോൾഡ് ചെയ്യാമായിരുന്നു, ബട്ട് സ്റ്റോപ്പ് ലോസ് 22,700 വെച്ച് കഴിഞ്ഞ് ഹോൾഡ് ചെയ്യാമായിരുന്നു. ഞാൻ ആദ്യം അതൊക്കെ ഉദ്ദേശിച്ചത്. ബട്ട് എനിക്ക് മേലോട്ട് പോകുന്നതും താഴോട്ട് പോകുന്നതും കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാനത് ചെറിയ പ്രോഫിറ്റ് വന്നു അത് എക്സിറ്റ് അടിച്ച് മാറി. അധികം ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ നിന്നില്ല. അങ്ങനെ ടോട്ടൽ 3K പ്രോഫിറ്റ് ആയിരുന്നു. അത് ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്രോഫിറ്റ് കിട്ടിയേനെ. ബട്ട് സിമ്പിൾ ട്രേഡായിരുന്നു, നല്ല ട്രേഡും ആയിരുന്നു. വ്യൂ കറക്റ്റായിരുന്നു, ബട്ട് കൺഫ്യൂഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒരു വീക്ക് ഉണ്ടാക്കിയ ക്യാൻഡിൽ വന്നപ്പോൾ കൺഫ്യൂഷനായിരുന്നു ശരിക്കും. മേലോട്ട് പോയി, അതായത് കൃത്യം മേലോട്ട് പോയി, വീണ്ടും താഴോട്ട് റീട്രേസ്മെൻറ്റ് വന്നു. വീണ്ടും മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്തു, പോവുകയും ചെയ്തു. ബട്ട് 700 ബ്രേക്ക് ചെയ്തില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസ് 22,700 വെച്ചിട്ട് കൃത്യമായിട്ട് ഇരുന്നിരുന്നെങ്കിൽ എക്സിറ്റ് അടിക്കലായിരുന്നു. ഈ ഒരു ലെവൽ വെച്ചിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലോസിങ് കിട്ടാറുണ്ട്. താഴോട്ട് വന്നു, നമുക്ക് ആ ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് ആക്കാമായിരുന്നു. നല്ല രീതിക്ക് തന്നെ പ്രോഫിറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു വ്യൂവിൽ എക്സ്പെക്റ്റേഷൻ കൺസോൾട്ടേഷനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു. ബട്ട് കൺസോൾട്ടേഷൻ ആയിരുന്നില്ല, ലൈറ്റായിട്ട് താഴോട്ട് മൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഒരു ഡൗൺ മൂവ്മെൻറ്റ്സിന് ശേഷം നിഫ്റ്റി ഒരു ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ്സും അധികം ഒരു ഡൗൺ മൂവ്മെൻറ്റ്സും നിഫ്റ്റിയിൽ ഇല്ലായിരുന്നു. എന്തായാലും നല്ല ദിവസമായിരുന്നു, അടിപൊളി ഡേ ആയിരുന്നു. നമ്മൾ ചെറിയ പ്രോഫിറ്റ് മേക്ക് ചെയ്തു. 25 ക്യാപിറ്റൽ യൂസ് ചെയ്ത് ജസ്റ്റ് സിമ്പിളായിട്ട് 3K പ്രോഫിറ്റ് മേക്ക് ചെയ്തു. നമുക്ക് ഇതിനേക്കാളും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാമായിരുന്നു. ബട്ട് എൻ്റെ എക്സ്പെക്റ്റേഷൻ കുറച്ച് കൂടുതലായിരുന്നു. ഒരു 100% കൂടുതൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവ്മെൻറ്റ്സ് പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്സ് കിട്ടുമെന്ന് വിചാരിച്ചാണ്. ബട്ട് കിട്ടിയില്ല, കാര്യമില്ല. നമ്മൾ ഓവറോൾ നല്ല പ്രോഫിറ്റാണ്, നല്ല ട്രേഡും ആയിരുന്നു. ഇനി എന്തായാലും നമുക്ക് ഇന്നത്തെ ട്രേഡ് എന്തായാലും കഴിഞ്ഞു. നമുക്ക് നാളെ സെൻസെക്സ് എക്സ്പയർ ആണ്. സെൻസെക്സ് നല്ല ട്രേഡ് കിട്ടുമോ നോക്കാം. സെൻസെക്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.